ഓപ്പോയുടെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഓപ്പോ ഫൈൻഡ് X9 Pro ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഓപ്പോ ഹാസൽ ബ്ലാഡ് ടെലി കൺവേർട്ടർ കിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബോക്സ് കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ഓപ്പോയും ഹാസൽ ബ്ലാഡും കൊളാബ് ചെയ്തിട്ടുള്ള ഈ ഒരു 10x ടെലിഫോട്ടോ ലെൻസ് വരുന്നത്. ഇതിൻ്റെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും ക്യാമറയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നതാണ്. ഒരു കാര്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞുതരാം. ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു ടെലി കൺവേർട്ടർ കിറ്റ് കൂടി വാങ്ങിയാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരുന്നു. കാരണം അമ്മാതിരി ഐറ്റം ആണെന്നാണ് എനിക്ക് ഈ ഒരു 1-2 ദിവസം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു കാര്യമൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ലഭിക്കും. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണോ ഇതെന്നുള്ള കാര്യം കൂടി തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതൊന്നും പറയാനുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ വീഡിയോസിന് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഫോണിൻ്റെ കളറിന് സിമിലർ ആയിട്ട് നിൽക്കുന്ന രീതിയിലൊരു ബാക്ക് കേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 80 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജർ അഡാപ്റ്ററാണ് കൂടെ വരുന്നത്. പിന്നീട് Type A to Type C ചാർജിങ് കേബിൾ. എനിവ 2 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബലി അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ളത് ടൈറ്റാനിയം ചാർക്കോൾ എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ സിൽക്ക് വൈറ്റിലും അവൈലബിൾ ആണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഹാസൽ ബ്ലാഡിൻ്റെ എംബ്ലത്തോട് കൂടിയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാമറ മൊഡ്യൂളാണ് വരുന്നത്. ബാക്ക് പാനൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് ആണ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ വിക്ടസ് 2 ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്നത്. മാറ്റ് ഫിനിഷ് ആണ്. സ്മഡ്ജസും കാര്യങ്ങളൊന്നും വലിയ രീതി കാണില്ല. എയറോസ്പേസ് ഗ്രേഡ് അലൂമിനിയം ആണ് ബോഡി ഫ്രെയിം ആയിട്ട് വരുന്നത്. 8.25 mm ബോഡി തിക്നെസ്സും 224 gram ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ബോക്സി ഡിസൈൻ ആണ്. എഡ്ജസ് ഒക്കെ കേർവ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ക്വിക്ക് ബട്ടൺ അഥവാ ക്യാമറ ബട്ടണും റൈറ്റ് സൈഡിലാണ് കാണാൻ സാധിക്കുക. മുകൾ വശത്ത് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് സ്നാപ്പ് കീ വരുന്നത്. താഴ്വശത്തായിട്ട് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല. ഇന്റേണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഡിസൈൻ വൈസ് ശരിക്കും ഒരു പ്രീമിയം ഫീൽ നമുക്ക് നൽകുന്നുണ്ട്. ഇനി ഡ്യൂറബിലിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ IP68 and 69 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റിൽ ഒന്ന് ക്യാമറ തന്നെയാണ്. 200 മെഗാപിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ് വിത്ത് OIS ആണ്. ഇവനാണ് ശരിക്കും ഒരു സൂപ്പർ താരം എന്ന് തന്നെ പറയാൻ പറ്റും. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ലെൻസ്, അതിലും OIS സപ്പോർട്ടാണ്. പിന്നീട് 50 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും പിന്നീട് ഒരു കുഞ്ഞ് സെൻസർ ആയിട്ടുള്ള 2 മെഗാപിക്സലിൻ്റെ മോണോക്രോം സെൻസറും. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച്, എസ്പെഷ്യലി ഈ ഒരു ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഗംഭീരമെന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു ടെലിഫോട്ടോ ലെൻസിൽ എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സൂപ്പർബായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി ആ ഒരു എഡ്ജ് ഡിറ്റക്ഷനും അതുപോലെ തന്നെ ആ ഒരു ബൊക്കെ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് സൂപ്പർബായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് നൈറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമൻ പോർട്രേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റിൻ്റെ പോർട്രേറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സൂപ്പർബായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ് ടു 120x വരെ നമുക്കത് സൂം ചെയ്യാൻ സാധിക്കും. ആ ഒരു 120x പോലും നമുക്കൊരു റീഡബിൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഒരു ടെലി കൺവേർട്ടർ കിറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ലെൻസ് യൂസ് ചെയ്യുന്നതെങ്കിൽ 10x-ലാണെങ്കിലും 20x-ലാണെങ്കിലും 40x-ലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഫോട്ടോസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് 200x വരെ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. ആ ഒരു സമയത്ത് പോലും നമുക്ക് റീഡബിൾ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് ടെലിഫോട്ടോ ലെൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അജാതി ക്ലാരിറ്റിയും ക്വാളിറ്റിയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചത്. കാരണം 200 മെഗാപിക്സലാണ്. അതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മെയിൻ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിലും അതും സൂപ്പർബ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മിക്ക ഫോട്ടോസിലും നല്ല ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം മിക്ക ഫോട്ടോസും 50 മെഗാപിക്സലിൻ്റെ ക്യാമറ ആണെങ്കിൽ കൂടി 12.5 മെഗാപിക്സൽ എന്നുള്ള രീതിയിലായിരിക്കും ഡിഫോൾട്ടായിട്ട് നമുക്ക് വരിക. നമ്മൾ ഹൈ റെസൊല്യൂഷൻ മോഡിലേക്കൊക്കെ പോയാലാണ് നമുക്ക് 50 മെഗാപിക്സലിൻ്റെ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നെങ്കിൽ ഈ ഒരു ക്യാമറയിൽ അത്തരത്തിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു മെഗാപിക്സൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില സെനേറിയോസിൽ നമുക്ക് 50 മെഗാപിക്സലിൻ്റെ തന്നെ ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ചില സെനേറിയോസിലൊക്കെ നമുക്ക് 14 മെഗാപിക്സലിൻ്റെ ആ ഒരു സെനേറിയോസിലെ ഫോട്ടോസൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 50 മെഗാപിക്സലിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല സൂപ്പർ ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഡേ ലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും HDR ഫോട്ടോസൊക്കെ സൂപ്പർബ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അത് പോർട്രേറ്റിൻ്റെ കാര്യമാണെങ്കിലും ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്രോ ഫോട്ടോഗ്രാഫി അത് മെയിനിലാണെങ്കിലും ടെലിഫോട്ടോ ലെൻസിലാണെങ്കിൽ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള മാക്രോ ഫോട്ടോഗ്രാഫി നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് 50 മെഗാപിക്സലിൽ തന്നെയാണ് അൾട്രാ വൈഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൾട്രാ വൈഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറയാനാണെങ്കിൽ ഉറപ്പാണ് ഈ ഒരു സെനേറിയോസിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത്
ഫോട്ടോഗ്രാഫി സെൻട്രിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളുടെ പേര് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പേര് പറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി സെൽഫി ക്യാമറയുടെ കാര്യമാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതും ഗംഭീരമായിട്ടുള്ള ഫോട്ടോസാണ്. എസ്പെഷ്യലി ഭയങ്കര ഡീറ്റെയിൽസും ഷാർപ്നെസ്സും നമുക്ക് ഫോട്ടോസിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് പോർട്രേറ്റിൻ്റെ കാര്യമാണെങ്കിൽ കൂടി നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ബൊക്കെ എഫക്റ്റും ആ ഒരു എഡ്ജ് ഡിറ്റക്ഷനൊക്കെ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേ ലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും HDR പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിലും ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിലും നല്ല സൂപ്പർബായിട്ടുള്ള ഫോട്ടോഗ്രാഫിയാണ് എനിക്ക് സെൽഫിയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി വീഡിയോഗ്രാഫിയുടെ കാര്യമാണെങ്കിൽ നമുക്കിതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4Kയിൽ 120 FPS നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡോൾബി വിഷൻ ഇതിൽ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല HDR വീഡിയോസ് നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് പ്രോ മോഡ് അല്ലെങ്കിൽ S-Logൽ, അതായത് നമുക്ക് റോ മോഡിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത് സെൽഫിയിലും അല്ലെങ്കിൽ റിയർ ക്യാമറയിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്കിതിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒട്ടനവധി ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എക്സ്പാൻ എന്ന് പറയുന്ന രീതിയിൽ ഒറ്റ ഷോട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം വൈഡായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ കാണാൻ സാധിക്കും. ഇനി വീഡിയോ സാമ്പിൾ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. ആ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കിഡിലെന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ പെർഫോമൻസ് എന്നത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. 4Kയിൽ 60 FPS നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. 4Kയിൽ തന്നെ 120 FPS നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോസിൽ നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4Kയിൽ 60 ഫ്രെയിംസ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. നല്ല കിട്ടിലനായിട്ടുള്ള സ്റ്റെബിലിറ്റിയാണ്. അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽസും കാര്യം നമുക്ക് ഫേസിലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു HDR പെർഫോമൻസും കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ പറയാനാണെങ്കിൽ കിഡിലനായിട്ടുള്ള 4K വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേ വരുന്നത് 6.78 ഇഞ്ചിന്റെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷനോട് കൂടിയുള്ള MOLED പാനലാണ് വരുന്നത്. LTPO പാനലാണ്. 1 Hz മുതൽ 120 Hz എന്നുള്ള രീതിയിൽ. ഇനി പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസിന്റെ വിക്ടസ് 2 ആണ് വരുന്നത്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ബെസൽസിൻ്റെ ആ ഒരു തിക്നെസ് തന്നെയാണ്. 1.15 mm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ്. അതായത് വളരെ തിന്നായിട്ടുള്ള ബെസലാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ വേറെ ലെവൽ തന്നെയായിരിക്കും. 1800 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡെങ്കിൽ 3600 നിറ്റ്സ് ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഏതൊരു സിറ്റുവേഷനിൽ പോയാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ നൈറ്റിൽ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു 3600 നിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പീക്ക് ലെവലിൽ നിന്ന് നമുക്ക് 1 നിറ്റ്സ് എന്ന് പറയുന്ന ഏറ്റവും ലോ ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലോ ലൈറ്റിലാണെങ്കിലും നൈറ്റ് ടൈമിലൊക്കെ ആണെങ്കിൽ തന്നെ താരതമ്യേന ഫ്ലിക്കറിങ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. 450 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ അപാര ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ എന്ന് തന്നെ പറയാൻ സാധിക്കുന്നതാണ്. HDR 10+ ഇതിൽ സപ്പോർട്ടാണ്. ഡോൾബി വിഷൻ ഇതിൽ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യമാണ് 3D അൾട്രാസോണിക് സെൻസറാണ് ഇതിൽ ഫിംഗർ പ്രിൻ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ എന്ത് രസമാണെന്നറിയാം. ആ ഒരു ആനിമേഷൻസും അതുപോലെ തന്നെ ആ ഒരു സ്മൂത്ത്നെസ്സും ശരിക്കും പറയാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടൈം പാസിന് ചുമ്മാ ഈ ഒരു ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കിയാൽ പോലും മടുക്കാത്ത തരത്തിൽ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻ്റ് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് തന്നെ നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. MediaTekന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായിട്ടുള്ള Dimensity 9500 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 3 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 4.21 GHz ക്ലോക്ക് സ്പീഡും ARM G1 Ultra എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയാനാണെങ്കിൽ പെർഫോമൻസ് ആയിട്ട് വളരെ സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മൾ എത്ര ഹെവി ആയിട്ടുള്ള മൾട്ടി ടാസ്കിങ് ചെയ്താൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ കൂടി കോൾ ഓഫ് ഡ്യൂട്ടിയും PUBG ഞാൻ ഇതിൽ കളിച്ചിട്ടുള്ളത്. PUBG ഒക്കെ നമുക്ക് 120 FPS ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം കളിച്ചപ്പോഴും എനിക്കങ്ങനെ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈവൻ ഹീറ്റിംഗ് ഇഷ്യൂ പോലും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കവറിടാതെ അത്രയും സമയം കളിച്ചപ്പോൾ ചെറുതായിട്ടുള്ള രീതിയിലൊന്ന് വാം ആയിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കൂളായിട്ടുണ്ട്. കാരണം ഇതിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയുണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസും ശരിക്കും ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓവറോൾ പെർഫോമൻസ് വൈസും നമുക്ക്
ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. 16 GB റാമിൽ 512 GB ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. LPDDR5X UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്ന 4.1 ആണ്. ഇനി കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 22ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. Wi-Fi 7 ആണ് വരുന്നത്, ബ്ലൂടൂത്തിൻ്റെ 6 ആണ് വരുന്നത്. NFC ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ IR ബ്ലാസ്റ്ററും ഇതിൽ സപ്പോർട്ടാണ്. ഇനി എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ബാറ്ററിയാണ്. 7500 mAh ഹ്യൂജ് ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 80 വാട്ടിൻ്റെ സൂപ്പർ വർക്ക് ചാർജർ നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ഏകദേശം 70 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർഡ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടാണ്. ബാറ്ററി പെർഫോമൻസ് ഒരു രക്ഷയില്ല. നമ്മൾ എത്ര ഹെവി യൂസ് ചെയ്താൽ പോലും ഒരു ദിവസത്തിന് മുകളിൽ എനിക്കിത് ബാറ്ററി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഏകദേശം 2 ദിവസത്തോളം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ആൻഡ്രോയിഡ് 16 ബേസ്ഡ് ColorOS 16 ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് എടുത്ത് പറയേണ്ട കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ബ്ലോട്ടേഴ്സോ അല്ലെങ്കിൽ ആഡ്വേഴ്സോ അല്ലെങ്കിൽ ആപ്പ് സജഷൻസും ഗെയിം സജഷൻസും ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ആനിമേഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഭയങ്കര ഒരു സ്മൂത്ത്നെസ് ആണ് എനിക്ക് ശരിക്കും ഈ ഒരു യൂസർ ഇൻ്റർഫേസിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്ലെക്സ് തീം എന്ന് പറയുന്ന ആ ഒരു 3D വാൾപേപ്പർ അല്ലെങ്കിൽ ആ ഒരു തീമൊക്കെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്നാപ്പ് കീ എന്ന് പറയുന്നത് കസ്റ്റമൈസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നടത്താൻ സാധിക്കുന്നതാണ്. ഒട്ടനവധി AI ഫീച്ചേഴ്സ് ഗൂഗിൾ ജെമിനി റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഗൂഗിൾ ജെമിനിയും ഇവരുടെ ആ ഒരു മൈൻഡ് സ്പേസും കൊളാബ് ചെയ്തിട്ടുള്ള അതായത് മൈൻഡ് സ്പേസിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിൾ ജെമിനി റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ AI ഫോട്ടോ എഡിറ്റർ ആണെങ്കിലും അതുപോലെ തന്നെ സർക്കിൾ ടു സെർച്ച്, AI എഡിറ്റർ ആണെങ്കിലും AI സെർച്ച്, AI ട്രാൻസ്ലേറ്റ്, AI റൈറ്റ്, AI വോയിസ് സ്ക്രൈബ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി AI ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൗഡാണ്. അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സൗണ്ട് ഔട്ട്പുട്ട് ആയിട്ടാണ് ഫീൽ ചെയ്തത്. Oppo Find X9 Proയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 16 GB + 512 GBക്ക് 4519 ഖത്തറിയാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 1,10,000 രൂപ. സിമിലർ പ്രൈസ് തന്നെയാണ് ഇന്ത്യയിൽ വരുന്നത്. ഓൾ ഓവർ GCCയിലും ഇന്ത്യയിലും ഈ ഒരു സ്മാർട്ട് ഫോണിന് വാറണ്ടി ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ കൂടാതെ ഈ ഒരു ടെലി കൺവേർട്ടർ കിറ്റ് കൂടി നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏകദേശം 500 ഖത്തർ റിയാൽ 12,000 രൂപ അധികം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടെലി കൺവേർട്ടർ കിറ്റ് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. നിലവിൽ ഇപ്പോൾ ഖത്തറിൽ ലുലുവിൽ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ശരിക്കും ഒരു കിഡിലൻ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ക്യാമറ പെർഫോമൻസ് ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ടുള്ള ക്യാമറ പെർഫോമൻസ് ഉണ്ട്. ഈ ഒരു കിറ്റ് കൂടി യൂസ് ചെയ്തുകൊണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ വേറെ ലെവൽ എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യമാണെങ്കിലും കിഡിലനായിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്പീക്കർ ക്വാളിറ്റി കാണാൻ സാധിക്കും. സൂപ്പർബ് ആയിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ഓവറോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്താൽ അത് മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആണതാണ്. ഇനി ടെക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവിടെ മെസ്സേജ് ചോദിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.